2025 ജനുവരി മാസം മോളിവുഡിൽ റിലീസ് ചെയ്യുന്ന മലയാളം ചിത്രങ്ങളുടെ ലിസ്റ്റാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. പ്രാവിൻകോട് ഷാപ്പ്. ബേസിൽ ജോസഫും സൗബിൻ ഷാഹിറും ചെമ്പൻ വിനോദ് ജോസും പ്രധാന കഥാപാത്രങ്ങളായി എത്തുന്ന ചിത്രമാണ് പ്രാവിൻകോട് ഷാപ്പ്. പ്രാവിൻകോട് ഷാപ്പിൻ്റെ ട്രെയിലർ പ്രേക്ഷകരുടെ ശ്രദ്ധ നേടിയിരുന്നു. ഒരു കള്ള് ഷാപ്പിനെ ചുറ്റിപ്പറ്റി നടക്കുന്ന കുറ്റകൃത്യവും തുടർന്നുള്ള അന്വേഷണവും മറ്റുമാണ് ചിത്രത്തിൻ്റെ ഇതിവൃത്തം. ഡാർക്ക് ഹ്യൂമർ ജോണറിലാണ് ചിത്രം ഒരുക്കിയിരിക്കുന്നത്. ജനുവരി 16-നാണ് തിയേറ്ററുകളിൽ ചിത്രം എത്തുക. നമ്മുടെ ലിസ്റ്റിലുള്ള അടുത്ത ചിത്രം ആസിഫ് അലി നായകനായും അനശ്വര രാജൻ ഒരു കേന്ദ്ര കഥാപാത്രത്തെയും അവതരിപ്പിക്കുന്ന ചിത്രമാണ് രേഖാചിത്രം. ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത് ജോഫിൻ ടി ചാക്കോയാണ്. പോലീസ് വേഷത്തിലാണ് ആസിഫ് അലി എത്തുന്നത്. ഇതൊരു സസ്പെൻസ് ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ മൂവി ആയിരിക്കും. ചിത്രം റിലീസ് ചെയ്യാൻ ഒരുങ്ങുന്നത് 2025 ജനുവരി 9-നാണ്. മലയാളത്തിലെ എക്കാലത്തെയും എവർഗ്രീൻ താരജോഡികളായ ശോഭനയും മോഹൻലാലും ഒന്നിക്കുന്ന ചിത്രമാണ് തുടരും. തരുൺ മൂർത്തി സംവിധാനം ചെയ്യുന്ന ചിത്രം ജനുവരി 30-ന് തിയേറ്ററുകളിലെത്തും. ഷൺമുഖം എന്ന ടാക്സി ഡ്രൈവറായിട്ടായിരിക്കും മോഹൻലാൽ ഈ ചിത്രത്തിൽ എത്തുന്നത്. ഒരു നോർമൽ കുടുംബചിത്രമായിരിക്കും എന്നാണ് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. രജപുത്രയുടെ ബാനറിൽ എം രഞ്ജിത്താണ് ചിത്രം നിർമ്മിക്കുന്നത്. ഗൗതം വാസുദേവ് മേനോൻ ആദ്യമായി മലയാളത്തിൽ സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് ഡൊമിനിക് ആൻഡ് ദി ലേഡീസ് പേഴ്സ്. മമ്മൂട്ടി നായകനായി എത്തുന്ന ചിത്രം ജനുവരി 23-ന് തിയേറ്ററുകളിലെത്തും. മമ്മൂട്ടി കമ്പനി നിർമ്മിക്കുന്ന ചിത്രത്തിൽ ഗോകുൽ സുരേഷ്, സുഷ്മിത ഭട്ട്, VG വെങ്കിടേഷ്, വിനീത്, വിജയ് ബാബു തുടങ്ങിയവർ പ്രധാന വേഷത്തിലെത്തുന്നു. മമ്മൂട്ടി കമ്പനി റിലീസ് ചെയ്ത ടീസറിൽ ഇൻവെസ്റ്റിഗേഷൻ്റെയും നർമ്മത്തിൻ്റെയും ഒരു മിക്സാണ് കാണാൻ സാധിക്കുന്നത്. കഴിഞ്ഞ ദിവസം റിലീസായ ഐഡൻറ്റിറ്റിയാണ് നമ്മുടെ ലിസ്റ്റിലെ അടുത്ത ചിത്രം. ജനുവരിയിൽ ആദ്യമെത്തുന്ന സിനിമ ഐഡൻറ്റിറ്റി ആയിരുന്നു. ടോവിനോ തോമസും തൃഷയും കേന്ദ്ര കഥാപാത്രങ്ങളാവുന്ന ചിത്രം ജനുവരി 2-നായിരുന്നു തിയേറ്ററിലെത്തിയത്. അഖിൽ പോളും അനസ് ഖാനും സംവിധാനം ചെയ്യുന്ന ചിത്രം ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറാണ്. ഫോറൻസിക് ടീം വീണ്ടും ഒന്നിക്കുന്ന ഒരു ചിത്രം കൂടിയാണെന്ന പ്രത്യേകതയും കൂടി ഐഡൻറ്റിറ്റിക്കുണ്ട്. കഴിഞ്ഞ ദിവസം റിലീസായ ഈ ചിത്രം മാന്യമായ പ്രേക്ഷക പിന്തുണ നേടുന്നുണ്ട്.